يا لغتي عربية حسبي بأنك أيها الطلبة، اليوم يوم 18 من شهر ديسمبر. اليوم يوم العالمي للغة العربية. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനം. അറബി ഭാഷ സമുദ്രം കണക്കെ പരന്നൊഴുകുകയാണ്. അതിലെ മുത്തുകളും പവിഴങ്ങളും നമ്മൾ വാരിയെടുക്കേണ്ടതുണ്ട്. അറബി ഭാഷയെക്കുറിച്ച് നമുക്ക് അല്പം സംസാരിച്ചാലോ? അറബി ലീഗിൽ അംഗങ്ങളായ 22 രാഷ്ട്രങ്ങളിലെ ഔദ്യോഗിക ഭാഷ, 12 കോടി ജനങ്ങളുടെ മാതൃഭാഷ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 5ാമത്തെ ഭാഷ, 30 കോടി ജനങ്ങൾ വായിച്ചു ഗ്രഹിക്കുന്ന ഭാഷ, 140 കോടി ജനങ്ങൾ ആദരിക്കുന്ന ഭാഷ, UN അംഗീകരിച്ച 6 ഭാഷകളിൽ ഒന്ന്, വാസ്കോ ഡ ഗാമ, കൊളംബസ് എന്നിവർ അവരുടെ യാത്രയിൽ ഉപയോഗിച്ച ഭൂപടങ്ങളുടെ ഭാഷ, ഒരക്ഷരം കൊണ്ടുപോലും ഒരു വാക്യം രൂപപ്പെടുത്താൻ കഴിയുന്ന ഏക ഭാഷ, ലോകത്ത് നിരവധി പേരെ സ്വാധീനിച്ച അത്ഭുത ഭാഷ. അറബി ഭാഷയിലെ പ്രസിദ്ധമായ ഡിക്ഷണറിയായ അൽ മുൻജിദ് ഡിക്ഷണറി തയ്യാറാക്കിയത് 2 കത്തോലിക്ക പുരോഹിതന്മാരാണ്. ലോകത്ത് വൈദ്യസാഹിത്യ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത ഭാഷ, അരിതമെറ്റിക്കിൻ്റെയും അൽജിബ്രയുടെയും ഭാഷ. ബീജഗണിതം എന്ന വാക്ക് തന്നെ അറബി പദമായ അൽജിബ്രിൽ നിന്നാണ്. നിരവധി അനവധി പദങ്ങളാണ് അറബി ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് കടമെടുത്തിട്ടുള്ളത്. ലൈമൂൺ ലെമണായതും ജമൽ ക്യാമലായതും, ആൽക്കോൾ എന്ന അറബി പദം ആൽക്കഹോളായി മാറിയതും, കഹ്വ കോഫിയായതും, ജറാഫ ജിറാഫായതും അതിനുദാഹരണമാണ്. എണ്ണിയാലൊതുങ്ങാത്ത പദങ്ങളാണ് മലയാളത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത്. വസൂൽ, മരാമത്ത്, ഹാജർ, ഖജാഞ്ചി, താരിഫ്, ഹജൂർ, ഉറുമി, കവാജ്, വക്കാലത്ത്, റദ്ദ്, തഹസിൽ, താലൂക്ക്, ജപ്തി, ജാമ്യം, മാസർ, വക്കീൽ, വക്കാലത്ത്, യുനാനി, ജുബ്ബ, ഉറുമാൽ, കീഷ, അത്തർ, ഇൻകിലാബ്, സലാം, മാമൂൽ, നിക്കാഹ്, തലാഖ്, ബദൽ, ദുനിയാവ്, മുൻഷി, വർക്കത്ത്, ഈദ്, നസ്രാണി, ചക്കാത്ത്, അങ്ങനെ നിരവധി പദങ്ങൾ. കൂടാതെ നമ്മുടെ ഭരണഘടനയായ ഖുർആനിൻ്റെ ഭാഷ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭാഷ, സ്വർഗത്തിൻ്റെ താക്കോലായ നമസ്കാരത്തിൻ്റെ ഭാഷ, എല്ലാറ്റിനുമുപരി സ്വർഗത്തിൻ്റെ ഭാഷ, സുന്ദരമായ അക്ഷരങ്ങളാൽ തുന്നിക്കൂട്ടിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഭാഷ.